എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് ശ്രീമദ് നാരായണീയത്തിലെ ദശകം 42 ശകടാസുരവധമാണ്. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പഠിച്ചത് പൂതനാമോക്ഷമാണ്. പൂതനാവധത്തിന് ശേഷം കംസന് ഒരു കാര്യം വളരെയധികം സംശയമായി. ശക്തിശാലിയായ പൂതനയെ വധിക്കാനായിട്ട് ഗോകുലത്തിൽ ആരാണുള്ളത്? അത് തന്നെ വധിക്കാൻ ജനിച്ച കുട്ടിയായിരിക്കുമോ എന്നുള്ള സംശയം തോന്നിയ കംസൻ വീണ്ടും ശകടാസുരൻ എന്ന ശക്തിശാലിയായ ഒരു അസുരനെ ഗോകുലത്തിലേക്ക് പറഞ്ഞയക്കുന്നു. ശകടാസുരൻ ഉണ്ണിക്കണ്ണനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഇതാണ് ദശകം 42 പ്രതിപാദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കാം. അല്ലയോ പ്രഭു, ഒരിക്കൽ അങ്ങയുടെ ജന്മദിനത്തിൽ ക്ഷണിക്കപ്പെട്ട ബന്ധുക്കൾ, സ്ത്രീകൾ, ബ്രാഹ്മണ ശ്രേഷ്ഠർ ഇവരെല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഗോകുല നായികയായ യശോദാദേവി അങ്ങയെ വലിയൊരു ശകടത്തിൻ്റെ സമീപത്തിൽ കിടത്തിൽ അടുക്കള മുതലായ സ്ഥലങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതാണ് ശ്ലോകം 1 അർത്ഥം. അതായത് ഇവിടെ ഉണ്ണിക്കണ്ണൻ്റെ പക്കപ്പിറന്നാൾ ദിവസം വന്നപ്പോൾ മംഗളകർമ്മങ്ങൾക്കായി ബ്രാഹ്മണരെ ക്ഷണിച്ചു വരുത്തി നന്ദഗോപർ വലിയ ആഘോഷം നടത്തുന്നു. ആ സമയത്ത് വീട്ടിലെ ബഹളങ്ങൾക്കിടയിൽ കുഞ്ഞിന് ഉറക്കം വന്നപ്പോൾ യശോദാദേവി ഭഗവാനെ അകത്ത് മുറിയിൽ ഒരു ചാടുവണ്ടിയുടെ സമീപം കിടത്തി അതിഥികൾക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കാനായിട്ട് പോകുന്നു. അതിൽ പിന്നെ അങ്ങയുടെ സമീപത്തിൽ നിന്ന് 4 ഭാഗത്തു നിന്നും പൊട്ടുന്ന മരങ്ങളുടെ ചടപടാ ശബ്ദം, അങ്ങയെ നോക്കിക്കൊള്ളാനായിട്ട് നിയുക്തരായിരിക്കുന്ന ബാലകന്മാരുടെ ഭയന്നുകൊണ്ടുള്ള ആർത്തനാദങ്ങളാൽ വ്യാകുലമായ ശബ്ദത്തോടുകൂടി ഇടകലർന്ന് കേൾക്കപ്പെട്ടു. ഇതാണ് ശ്ലോകം 2 അർത്ഥം. അതായത് ഇവിടെ യശോദാദേവി കുഞ്ഞിനെ കിടത്തി ഉറക്കിയിട്ട് പോയി കഴിഞ്ഞുടനെ തന്നെ ആ മുറിയിൽ നിന്ന് 4 ഭാഗത്തു നിന്നും മരങ്ങൾ പൊട്ടുന്ന ചടപടാ ശബ്ദം കേൾക്കുന്നു. കൂടാതെ ദേവി ബാലകന്മാരെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. ആ ബാലകന്മാരുടെ ഭയന്നുകൊണ്ടുള്ള നിലവിളിയും ഈ ശബ്ദവും ഇടകലർന്ന് കേട്ടു എന്നാണ് പറയുന്നത്. അനന്തരം അത് കേട്ട് പരിഭ്രമിച്ചോടുമ്പോൾ കിതച്ചു തുളുമ്പുന്ന കുജഭാരത്തോടു കൂടിയ ഗോപനാരികൾ ചുറ്റും പൊട്ടിച്ചിതറി വീഴുന്ന ഭയങ്കരങ്ങളായ മരക്കഷ്ണങ്ങളുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ ഗൃഹത്തിനുള്ളിൽ ദർശിച്ചു. ഇതാണ് ശ്ലോകം 3 അർത്ഥം. അതായത് ഇവിടെ ഉണ്ണിക്കണ്ണൻ കിടന്നുറങ്ങുന്ന സ്ഥലത്ത് നിന്ന് കേട്ട ഭീകരമായ ശബ്ദം കാരണം പരിഭ്രമിച്ചോടി കിതച്ചു തുളുമ്പിയ മാറിടത്തോടുകൂടി എത്തിയ ഗോപനാരികൾ ചുറ്റും പൊട്ടിച്ചിതറി വീഴുന്ന ഭീമാകാരമായ മരക്കഷ്ണങ്ങളുടെ മധ്യത്തിൽ ഭഗവാനെ കണ്ടു എന്നാണ് പറയുന്നത്. നന്ദഗോപനും പശുവന്മാരും വിപ്രന്മാരും അയ്യോ ശിശുവിനെന്തുപറ്റി എന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ട് വേഗത്തിൽ ഓടി വന്നു. യശോദയാകട്ടെ എടുത്തിരുന്ന ഭഗവാനെ നോക്കിയിട്ട് കണ്ണീര് നിറഞ്ഞ നേത്രങ്ങളോട് കൂടിയവളായി വഴി പോലെ ആശ്വസിച്ചു എന്നാണ് 4 ശ്ലോകത്തിൽ പറയുന്നത്. വീടിനകത്ത് നിന്ന് ഭീകര ശബ്ദങ്ങൾ കേട്ടപ്പോൾ കൂടി നിന്നിരുന്ന എല്ലാവരും, നന്ദഗോപരും ഗോപാലകരും ബ്രാഹ്മണ ശ്രേഷ്ഠരും എല്ലാവരും കുഞ്ഞിന് എന്തുപറ്റി എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വന്നു. അവർ വന്ന് നോക്കുമ്പോൾ യശോദാദേവി കുഞ്ഞിനെ എടുത്തുകൊണ്ട് കണ്ണീര് നിറഞ്ഞ നേത്രങ്ങളോടുകൂടി നിൽക്കുന്നതാണ് കണ്ടത്. ഇവിടെ ദേവിയുടെ കണ്ണിൽ തൻ്റെ കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ എന്നുള്ള ആശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെന്താണ്? ആശ്ചര്യകരം തന്നെ. ഇതെവിടെ നിന്നുണ്ടായി? എങ്ങനെയാണ് ഈ വിശാലമായ വണ്ടി ഉടച്ചു തകർക്കപ്പെട്ടത്? ഇതിനെന്താണ് കാരണം എന്നിങ്ങനെ അവർ ഭഗവാനെ നോക്കി തങ്ങളുടെ മൂക്കിന്മേൽ വിരൽ വെച്ചുകൊണ്ട് ആലോചിച്ചു നിന്നു എന്നാണ് 5 ശ്ലോകത്തിൽ പറയുന്നത്. അതായത് ശബ്ദം കേട്ട് ഓടിക്കൂടിയ എല്ലാവരും നോക്കുമ്പോൾ വലിയൊരു വണ്ടി തകർക്കപ്പെട്ട് കിടക്കുന്നു. നടുവിൽ കുഞ്ഞു ഇരിക്കുന്നുണ്ട്. എങ്ങനെ തകർന്നു? ഇത് എവിടെ നിന്നാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്? ആരാണിത് തകർത്തത് എന്നിങ്ങനെ അത്ഭുതത്തോടെ ഇവരെല്ലാവരും ആലോചിച്ച് നിൽക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. കുഞ്ഞ് പാല് കുടിക്കാൻ ആഗ്രഹിച്ച് കാല് കുടഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞിൻ്റെ കാലുകൊണ്ട് ചവിട്ടപ്പെട്ട് മറിഞ്ഞു വീണതുപോലെയാണ് ഞാൻ കണ്ടത് എന്നിങ്ങനെ അല്ലയോ ഭഗവാൻ അങ്ങയെ നോക്കിക്കൊണ്ടിരുന്ന ബാലന്മാർ പറഞ്ഞു എന്നാണ്
6-ാം ശ്ലോകത്തിൽ പറയുന്നത്. കുഞ്ഞിനെ നോക്കാൻ ഏൽപ്പിച്ച ബാലകന്മാരോട് ഓടിക്കൂടിയ എല്ലാവരും ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ പാല് കുടിക്കാൻ കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ കാൽ കൊണ്ട് തട്ടി ഈ വണ്ടി മറിഞ്ഞു വീണതാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. ശകടം മറിഞ്ഞു വീണ സമയം ഭയം നിമിത്തം യാതൊന്നും തന്നെ തിരിച്ചറിയാത്തവരായ കുട്ടികളുടെ ഇപ്രകാരമുള്ള വാക്ക് തീരെ യോജിപ്പില്ലാത്തതാണ് എന്ന് അങ്ങയുടെ മാഹാത്മ്യം അറിയാത്തവർ അഭിപ്രായപ്പെട്ടു. പൂതനയെ കണ്ടവർ അല്പമൊന്ന് സംശയിച്ചു എന്നാണ് ശ്ലോകം 7-ൽ പറയുന്നത്. അതായത് ഇവിടെ വണ്ടി മറിഞ്ഞു വീണ് പൊട്ടിച്ചിതറിയ ശബ്ദം കേട്ട് ഭയന്നിരിക്കുകയാണ് ഈ കുട്ടികൾ. അവരുടെ ഭയം കൊണ്ടാണിത് പറയുന്നതെന്ന് ഭഗവാന്റെ മാഹാത്മ്യം അറിയാത്തവർ അഭിപ്രായപ്പെട്ടു എന്നാണ് പറയുന്നത്. പൂതനയെ കണ്ടവരാകട്ടെ അല്പമൊന്ന് സംശയിച്ചു എന്നാണ് പറഞ്ഞത്. സ്ത്രീജനങ്ങൾ തളിര് പോലെ ചുവന്നിരിക്കുന്നതായ ഈ കാല് വ്രണപ്പെട്ടുവോ, ചെന്താമര പോലെ കമനീയങ്ങളായ കൈകളിൽ മുറിവുണ്ടായോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കരുണാതരംഗിത മാനസകളായി അങ്ങയുടെ ഓരോ അംഗത്തെയും തൊട്ടു തലോടിയെന്നാണ് ശ്ലോകം 8-ൽ പറയുന്നത്. ഇവിടെ മറ്റു ബാലകന്മാർ കുട്ടിയുടെ കാലുകൊണ്ടാണ് വണ്ടി മറിഞ്ഞു വീണതെന്ന് പറഞ്ഞപ്പോൾ തളിര് പോലുള്ള ഈ ചുവന്ന കാലിൽ എന്തെങ്കിലും മുറിവ് പറ്റിയോ, ചെന്താമര പോലെ മനോഹരമായ കൈകളിൽ എന്തെങ്കിലും മുറിവ് പറ്റിയോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ ഓരോ ശരീരഭാഗങ്ങളും ശ്രദ്ധിച്ച് നോക്കി എന്നാണ് പറയുന്നത്. അല്ലയോ ഗോപികളെ, ജഗദീശ്വരൻ്റെ കാരുണ്യപൂരം പതിയ നിമിത്തം ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്ന കുമാരനെ എൻ്റെ പക്കൽ തരിക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പിതാവ് വാരിയെടുത്ത് പുളകം കൊണ്ടവനായി അങ്ങയുടെ കോമള ശരീരത്തെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു എന്നാണ് ശ്ലോകം 9-ൽ പറയുന്നത്. അല്ലയോ ഗോപന്മാരെ, ഭഗവാന്റെ കരുണ മൂലം മാത്രം രക്ഷപ്പെട്ട എൻ്റെ കുഞ്ഞിനെ എൻ്റെ പക്കൽ തരൂ എന്നിങ്ങനെ പറഞ്ഞ് പിതാവ് വാരിയെടുത്ത് കുഞ്ഞിൻ്റെ കോമള ശരീരത്തെ വീണ്ടും വീണ്ടും ആലിംഗനം ചെയ്തു എന്നാണ് പറഞ്ഞത്. ശകടത്തിൽ മറിഞ്ഞിരുന്ന് അങ്ങയെ വധിക്കുവാൻ വന്ന അസുരൻ ഒരുവൻ ഇപ്രകാരം ഭഗവാനാൽ കൊല്ലപ്പെട്ടു. ഇവൻ്റെ പൊടി പോലും കാണപ്പെട്ടില്ല. അതെങ്ങനെ? അവൻ പരിശുദ്ധമൂർത്തിയായ ഭഗവാനിൽ ലയിച്ചു പോയതാണോ? ആയിരിക്കും, തീർച്ച തന്നെ എന്നാണ് ശ്ലോകം 10-ൽ ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് ആ ചാടുള്ള വണ്ടിയിൽ മറഞ്ഞിരുന്ന് ഭഗവാനെ വധിക്കുവാൻ വന്ന അസുരൻ ഭഗവാന്റെ കുഞ്ഞിക്കാലം ഇളക്കിയപ്പോൾ ആ കാലിൻ്റെ തട്ടൊന്നു കൊണ്ടപ്പോൾ തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പിന്നീട് ആ അസുരൻ്റെ പൊടി പോലും കാണപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഭഗവാനിൽ ലയിച്ചുപോയി എന്ന് ഭട്ടതിരിപ്പാട് ഇവിടെ പറയുന്നത്. അനന്തരം അവിടെ ഏറ്റവും സംപൂജ്യരായ ബ്രഹ്മജ്ഞന്മാരായ ബ്രാഹ്മണരാല് മംഗളാശിസ്സുകളോട് കൂടിയവനായിട്ട് സ്വതസിദ്ധമായ ബാലക്രീഡകളാൽ ഗോകുലത്തെ മോഹിപ്പിക്കുന്നവനായ ഭഗവാനെ, അല്ലയോ വാതാലയേശ, എൻ്റെ ദുഃഖത്തെ ദൂരീകരിക്കണമേ എന്നാണ് ഭട്ടതിരിപ്പാട് ശ്ലോകം 11-ൽ അപേക്ഷിക്കുന്നത്. പിന്നീട് അവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സംപൂജ്യരായ ബ്രാഹ്മണർ ഭഗവാനെ മംഗളാശിസ്സുകൾ നേർന്ന് ഭഗവാൻ സ്വതസിദ്ധമായ ബാലക്രീഡകൾ കൊണ്ട് ഗോകുലത്തെ മുഴുവൻ മോഹിപ്പിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ, എൻ്റെ ദുഃഖത്തെയും ദുരിതത്തെയും നീക്കിത്തരണമേ എന്നാണ് ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുന്നത്. ഇനി നമുക്ക് ദശകം മുഴുവനായി ചൊല്ലാം. ശ്രീമദ് നാരായണീയം ദശകം 42 ശകടാസുരവധം. ഓം നമോ ഭഗവതേ വാസുദേവായ. കഥാഭിജന്മർഷദിനേ തവ പ്രഭോ നിമന്ത്രിതജ്ഞാതിവധൂമഹീസുരാ മഹാനസസ്ത്വാം സവിതേ നിധായ സാ മഹാനസാദൗ വവൃതേ വ്രജേശ്വരീ തതോ ഭവത്രാണനിയുക്തബാലകാ പ്രഭീതി സംക്രന്ദന സങ്കുലാരവൈ വിമിശ്രമശ്രാവിഭവത്സമീപദാ പരിസ്ഫുടദ്ദാരുചടച്ചടാരവാ തതസ്തദാ കർണന സംഭ്രമശ്രമാ പ്രകമ്പിവശോജഭരാവ്രജാംഗനാ ഭവന്തമന്തർ ദദൃശുഃ സമന്തതോ
വിനിഷ്പതദ്ദാരുണദാരുമധ്യഗം ശിശോരഹോ കിം കിമഭൂദിതി ദ്രുതം പ്രധാവ്യ നന്ദ പശുവാശ്ച ഭൂസുരാ ഭവന്തമാലോക്യ യശോദയാ ധൃതം സമാശ്വസന്നശ്രുജലാദ്രലോചനാ കസ്കോ ന കൗതസ്കുത ഏഷ വിസ്മയോ വിസങ്കടം യത് ശകടം വിപാടിതം ന കാരണം കിഞ്ചിദിഹേരിതേ സ്ഥിതാ സ്വനാസികാ ദത്തകരാസ്ത്വദീർഷകാ കുമാരകസ്യാസ്യ പയോധരാർധിനാ പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോ വിപര്യഗാത് ഇദീശത്തെ പാലകബാലകാ ജഗൂ ഭിയാ തദാ കിഞ്ചിദജാനതാമിദം കുമാരകാണാം അതിദുർഘടം വചാ ഭവത്പ്രഭാവാ വിദുരൈരിദീരിതം മനാഗിവാശങ്ക്യദൃഷ്ടപൂതനൈ പ്രവാളതാമ്രം കിമിദം പദം ശതം സരോജരമ്യൗനുകരൗ വിരോജിതൗ ഇതി പ്രസർപ്പത് കരുണാതരംഗിതാ ത്വദംഗമാപ സ്പൃശുരംഗനാജനാ അയേ സുതം ദേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാദ്യ മധ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുർമുഹുശ്ലിഷ്യതി ജാതകണ്ഡകാ അനോനിലീന കില ഹന്തുമാഗതാ സുരാരിരേവം ഭവതാ വിഹിംസിതാ രജോഭിനോ ദൃഷ്ടമമുഷ്യ തത്കഥം സശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം പ്രപൂജിതൈസ്തത്ര തതോ ദ്വിജാതിഭിർ വിശേഷതോ ലംബിതമംഗളാശിഷാ വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുത്പുരാധീശരുജാം ജഹീഹി മേ. ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.